എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗിരിദേവന്റെ അടുത്തേക്ക് ലംബു വരുവാണ്. ലംബു എന്നിട്ട് ചോദിച്ചു, അല്ലേ ഗിരിദേവ, ഇതുവരെയായിട്ടും ബാലികാദേവി ദേശസന്ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നിട്ടില്ലോ എന്ന് പറയാം. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, എല്ലാ വീടുകളും കയറി ഇറങ്ങി എല്ലാവർക്കും ദർശനമൊക്കെ കൊടുക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ദേവി ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്, ആ വീട്ടിൽ കയറണം, ആ വീട്ടിൽ കയറി അവർക്ക് ദർശനം കൊടുക്കണം, അതല്ലാതെ ദേവി മടങ്ങി വരില്ല എന്ന് പറയാം. ഇത് കേട്ടതും ലംബു പറഞ്ഞു, അത് മാത്രമല്ല, ദേ ഇപ്പൊ ബാലികാദേവി മടങ്ങി വരുന്നതും കാത്ത് രണ്ടുപേര് ക്ഷേത്ര പരിസരം അടിച്ചു വൃത്തിയായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ബാലികാദേവിയുടെ അടുത്ത് തങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഉണ്ണിമ്മയുടെ ചെറിയച്ഛനും ചെറിയമ്മയല്ലേ അത്, അതുകൊണ്ട് അവരവിടെ മിറ്റമടിച്ച് വാരട്ടെ. അവര് മിറ്റമടിച്ച് വാരിയത് മാറണമെങ്കിൽ, മിറ്റമടിക്കുമ്പോൾ കരികല മാറണമെങ്കിൽ അവരുടെ മനസ്സിലുള്ള മാലിന്യങ്ങളും മൊത്തം നീങ്ങണം. അല്ലാതെ ഒരു കാരണവശാലും ആ മിറ്റത്തുള്ള കരികലകളൊന്നും പോകത്തില്ലെന്ന് പറയാം. മാലിന്യം മൊത്തം നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ മോളെ വെറ്റിലെത്താമ്പലത്തിൽ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, എനിക്ക് പകരം ലംബു അവരുടെ അരിയിലേക്ക് ചെല്ല്, പിന്നീട് അവർക്ക് പല സംശയങ്ങളും ഉണ്ടാകും, അതൊക്കെ മാറ്റി കൊടുക്കാൻ പറയണം. അങ്ങനെ ലംബു നേരെ മിനിയുടെയും ജയന്റെയും അരിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് മിനി പറഞ്ഞു, ഇതാ ഗിരിദേവൻ നമ്മൾ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ, കണ്ടില്ലേ അടിച്ചിട്ടും നീങ്ങുന്നുണ്ടോ നോക്കി, ഇവിടെ കാറ്റുള്ള സ്ഥലമാണെന്ന് അവനറിയാം, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ മടുത്തെന്ന് പറയാം. ജയനും പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, അവൻ നമുക്കിട്ട് പണി തന്നാന്ന് തോന്നേ, അവനെ ട്രിപ്പ് കൊണ്ടാത്തേനെ എന്ന് പറയാ, നമുക്ക് നിർത്തിയാക്കാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ലംബുവും കൂടി ചെല്ലുന്നത്. എന്താ രണ്ടുപേരും കൂടെ അടിച്ചു വാരാൻ പറഞ്ഞിട്ട് പകുതിയാക്കി നിർത്തിയേക്കുന്നത് എന്താന്ന് ചോദിക്കും. പിന്നെ അടിച്ചു വാരി ഞങ്ങളും മടുത്തു, ഇതെല്ലാം ആ ഗിരിദേവന്റെ ഒരു കളികളാ, ഗിരിദേവനാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അത് കേട്ട് പൊട്ടത്തരാന്ന് പോലും മനസ്സിലാക്കാതെ ഞങ്ങൾ ഇതാ ചെയ്തെന്ന് പറയാം. പെട്ടെന്ന് ലംബു പറഞ്ഞു, ആരും പുച്ഛിച്ച് തള്ളേണ്ട കാര്യമില്ല, ഗിരിദേവന്റെ ഒരു കാര്യം വെറുതെ പറയാറില്ല, കുട്ടിത്തം പറയാറുമില്ല. ഗിരിദേവൻ പറഞ്ഞ അത് അച്ചട്ടുമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ വെറ്റില എടുത്ത് നോക്ക്, അതിനകത്ത് എന്തും തെളിഞ്ഞു വീഴുന്നുണ്ടോ നോക്കാൻ പറയാണ്. പെട്ടെന്ന് ജയൻ വെറ്റിലെടുക്കണം പോക്കറ്റിൽ നിന്ന്, എടുത്ത് അതിനകത്തേക്ക് നോക്കി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറും അതോടൊപ്പം തന്നെ തങ്ങൾ സഞ്ചരിച്ച വഴികളും എല്ലാം കൂടെ അദ്ദേഹം തെളിഞ്ഞു വരുവാണ്. ലംബു പറഞ്ഞ്, കണ്ടോ, നിങ്ങൾ അവസാനം സഞ്ചരിച്ച വഴികളൊക്കെ അതിനകത്ത് തെളിഞ്ഞു വരുന്നത്, പക്ഷെ അതിനകത്ത് ആതിരനെ മാത്രം കാണാനില്ല. അപ്പൊ അതിനർത്ഥം എന്താ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് കുറെ മാലിന്യങ്ങളോട് നീക്കാനുണ്ട്, അത് നിങ്ങളുടെ നീക്കഴിഞ്ഞാലോ നിങ്ങളുടെ മോളെക്കുറിച്ചുള്ള വിവരം കിട്ടുള്ളൂ എന്ന് പറയാം. ഇത് കണ്ടത് അവർക്ക് സന്തോഷമായി. അപ്പോൾ ഉറപ്പായിട്ടും തങ്ങളുടെ മോളെ കണ്ടെത്താനായിട്ട് പറ്റും. ബാക്കിയും കൂടെ അടിച്ചു വാരി കളയുവാണെങ്കിൽ, തങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാണെങ്കിൽ, പെട്ടെന്ന് തന്നെ മിനിയും ജയനും വീണ്ടും ചൂടെടുത്ത് അവിടെ അടിച്ചു വരാൻ തുടങ്ങി. ഈ സമയം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കുറുപ്പേട്ടൻ നിൽക്കുന്നത്. ദൈവമേ, ബാലികാദേവി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു, കാരണം എല്ലാ വീടൊന്നും കയറി ദർശിക്കത്തില്ല, എല്ലാവർക്കും ദർശനം കൊടുക്കത്തുമില്ല, ഇവിടെ കയറി വന്നാൽ മതിയായിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് സാവത്രിയമ്മയും കൂടെ അങ്ങോട്ട് വന്നു. അപ്പോഴാണ് അവരെ കാഴ്ച കാണുന്ന ബാലികാദേവി അങ്ങോട്ട് വരുന്നത്. കുറുപ്പേട്ടൻ ഇതിൽ പറയും സന്തോഷം വേറൊന്നുമില്ല. ദേ സാവിത്രി, ദെങ്ങ് നോക്കിയേ, ആരാ വരുന്നേന്ന് നോക്കിയേ, ദേവി ഇതേ വരുവാന്ന് പറയണം. പിന്നീട് ദേവി വന്നു ഇപ്പൊ ദേവിയുടെ മുന്നിൽ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കുറുപ്പേട്ടനെ സാവിത്രിനെയൊക്കെ അനുഗ്രഹിക്കുകയാണ്. ഈ സമയം തിരുമേനി വന്ന് നിറപറ നിലവിളക്കൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. പെട്ടെന്ന് കുറുപ്പേട്ടൻ ചോദിച്ചു, ഇനി എന്താ തിരുമേനി ഞങ്ങൾ ചെയ്യണ്ടേ, ദേവി ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുക, അപ്പൊ ദേവിക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ എന്തെങ്കിലും ഒരുക്കേണ്ടതുണ്ടോ, ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് ദേവി നടന്നു വന്ന സാധാരണ വേഷത്തിൽ തന്നെ. അങ്ങനെ ദേവി അങ്ങോട്ട് വരുവാണ്. ദേവി വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ ദേവിക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അല്ലെ തിരുമേനെന്ന് ചോദിക്കുക. നിലവിളക്കും നിറപറയുണ്ട്, അത് തന്നെ ധാരാളം. പിന്നെ ഭക്തി, നിങ്ങളുടെ മനസ്സിൽ ആവശ്യത്തിന് ഭക്തി ഉണ്ടല്ലോ, അത് മാത്രം മതി ദേവിക്ക് അനുഗ്രഹം തരാനെന്ന് പറയാം. തിരുമേനി ശരിയാ, ഈ കുട്ടി പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാം. മനസ്സ് നന്നായാൽ മാത്രം മതി, മനസ്സ് നന്നാവുകയാണെങ്കിൽ ദേവി അവർക്ക് അനുഗ്രഹം കൊടുക്കൂന്ന് പറയാം. പിന്നീട് ദേവി തന്നെ പറഞ്ഞല്ല, ബാലികാദേവിയാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അപ്പൊ ഇവിടെ ബാലികമാരുണ്ടെങ്കിൽ അവരും കൂടെ ഇറങ്ങി വന്നാൽ നല്ലതായിരിക്കും എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ വൈഷ്ണവിനെ വിളിക്കാനായിട്ട് സാവിത്രി അങ്ങോട്ട് പോവാണ്. പിന്നീട് വൈഷ്ണവി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വൈഷ്ണവി അങ്ങോട്ട് ഇറങ്ങി വരുന്ന കണ്ട് ഒരു നിമിഷം ഉണ്ണിമോള് ഞെട്ടിപ്പോയി. തന്റെ ആതിര ചേച്ചി കാണാതെ പോയെന്ന് പറയുന്ന ആതിര അങ്ങോട്ട് വരുവാ. ഉണ്ണിമോളെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി. ഈ സമയം കുറുപ്പേട്ടൻ പറഞ്ഞ്, മോളെ അനുഗ്രഹം വായിക്കാൻ പറയാണ്, കൈ കൂപ്പി തൊഴാൻ പറയാണ്. അങ്ങനെ കൈ കൂപ്പി തൊഴുത് അങ്ങനെ നിൽക്കുവാണ്. തൊഴുത് നിന്നപ്പം രണ്ട് കൈയും വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട് ബാലികാദേവി. അപ്പൊ ഈ സമയത്തെല്ലാം ഉണ്ണിമോളെ മനസ്സിൽ ആതിര ചേച്ചിയാണല്ലോ എന്നൊരു ചിന്ത വരുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. സാവിത്രി പറഞ്ഞു, അതെ മോൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു, ഒരു കാര്യം ചെയ്യാം. വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു,
മോൾക്ക് വേണ്ടി മോൾ അങ്ങോട്ട് വന്ന് വിഷമങ്ങളൊക്കെ പറയാണ്. അങ്ങനെ വൈഷ്ണവിയുടെ അമ്മ വന്ന് നിന്നിട്ട് പറഞ്ഞു, അതെ എൻ്റെ മോളെ അനുഗ്രഹിക്കണം. അവൾക്ക് എന്ത് ചെയ്താലും ദേഷ്യമാണ്. അവളുടെ മനസ്സിലെ ദേഷ്യങ്ങളൊക്കെ നീക്കം ചെയ്യണം. അവൾക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ സാധിക്കണം. അത് മാത്രമല്ല അവൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവളുടെ മുത്തശ്ശിയുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ അടുപ്പം കാണിക്കാനും അവൾ അനുഗ്രഹങ്ങൾ എല്ലാം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് മോളെക്കുറിച്ച്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്, വേറൊന്നും ചെയ്തുമില്ല. ഈ സമയം കുറുപ്പേണ്ണ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയിട്ട് അലമാരി തുറന്ന് അതിനകത്ത് നിന്ന് ഒരു ഫയലും എടുക്കുവാണ്. അതുമായിട്ട് കുറുപ്പേണ്ണ മോൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുക. വിഷ്ണു, ഇനിയെങ്കിലും എനിക്കിത് കൊടുക്കണം, കൈമാറിയേ പറ്റുള്ളൂ. നിന്റെ മോൾക്ക് ഇത്രയും കാലം ഞാൻ ഒന്നും കൊടുത്തില്ല. എന്തേലും കൊടുത്ത് സഹായിച്ചിരുന്നു, പക്ഷേ എങ്കിൽ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല. അത് വെറുതെക്കാർക്ക് കൊടുക്കുന്ന പോലെയായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. എനിക്ക് സാവിത്രിക്കും ഉണ്ടായ സമ്പാദ്യം മൊത്തം അവൾക്ക് കൊടുക്കാൻ പോവാ. കുറേ കാലം അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ടല്ലേ. അപ്പം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുക. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും എനിക്കിത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴാണ് സാവിത്രി അങ്ങോട്ട് കയറി വരുന്നത്. സാവിത്രി എന്താ കുറിപ്പേട്ടെന്ന് ചോദിക്കണം. അതെ, ബാലികാദേവിയുടെ മുന്നിൽ വെച്ച് ഇതങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ സന്തോഷമായിരിക്കും. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന ബാലികാദേവി ഇങ്ങോട്ട് വരാനേ. ബാലികാദേവിയുടെ മുന്നിൽ വെച്ച് മോളുടെ പേര് എഴുതിയ ഈ സ്വത്തുക്കൾ മൊത്തം കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് പറയണം. സാവിത്രി ആശ്ചര്യം, നല്ല കാര്യമാണ്. നമ്മൾ ഇനിയിപ്പോൾ വയസ്സനാം കാലത്ത് ഈ സ്വത്തും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അത് അവളുടെ കൈകളിൽ തന്നെ എത്തട്ടെ. എന്നാലും നമ്മുടെ മോൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ട സാവിത്രി. കഴിഞ്ഞത് കഴിഞ്ഞു പോയില്ലേ. ബാലികാദേവി വന്നല്ലോ, സമാധാനമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് ഗിരിദേവന്റെ അടുത്ത് ലംബി ചോദിച്ചു, അല്ല ഗിരിദേവ്, എനിക്കൊരു സംശയം. ഈ ബാലികാദേവിയുടെ മുന്നിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ആതിരയാണോ അതോ വൈഷ്ണവിയാണോ? വൈഷ്ണവിയുടെ മോച്ചായ ആതിരയുടെ ആണല്ലോ. ആകെപ്പാടി ഒരു കൺഫ്യൂഷൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞു തരുന്നേക്കാളും നല്ലത് അത് ബാലികാദേവി പറഞ്ഞു തരുന്നതല്ലേ നല്ലത്. അതിനുള്ള ഉത്തരം ബാലികാദേവി കൊടുത്തോളെന്ന് പറയാം. കാരണം രണ്ടുപേരും ഒരാളായിട്ട് വരാനുള്ള കാരണം എന്താന്നുള്ള അതിനെക്കുറിച്ചാണ് ലംബു ഗിരിദേവനോട് ചോദിക്കുന്നത് തന്നെ. അപ്പൊ ഗിരിദേവൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് ബാലികാദേവി കാണിച്ചു തരുമ്പോഴായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാത്തിരുന്നോളൂ, അധികം വൈകാതെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ സമയം കുറുപ്പേട്ടൻ തന്നെ കയ്യിലിരുന്ന ആ ഒരു ആധാരമൊക്കെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് തിരുമേനോടും അവിടെ ചുറ്റും കൂടുന്ന എല്ലാവരുമായിട്ട് പറഞ്ഞു, അതെ എൻ്റെ പേരിലുള്ള സമ്പാദ്യം മൊത്തം ഞാൻ മോളുടെ പേർക്ക് ആക്കിയതിൻ്റെ പേപ്പറുകൾ എന്ത്. ഇനിയിപ്പം ഞാനിത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തിനു വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നേ? എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ മോൾക്ക് ഇതും കൊടുക്കുവാണെങ്കിൽ ബാലികാദേവിയുടെ മുന്നിൽ വെച്ച് കൊടുക്കണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദേവി ഇങ്ങോട്ട് ദർശനത്തിന് വരണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും എൻ്റെ ആഗ്രഹം സാധിച്ചു. ഇനി എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ധൈര്യമായിട്ട് കൊടുക്കാലോ എന്നും പറഞ്ഞ് നേരെ അവളുടെ അടുത്ത് ആതിരയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പെട്ടെന്നാണ് ലംബു പറഞ്ഞ്, അതെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ കൊടുക്കലെന്ന് പറയാണ്. പെട്ടെന്ന് ചോദിച്ചു, നീ ആരാന്ന് ചോദിക്കുവാണ് കുറുപ്പേട്ടൻ. ഇത് കേട്ടൻ തിരുമേനിച്ചു, മനസ്സിലായില്ലേ, ഇത് ഗിരിദേവന്റെ കൂടെ ഇപ്പോഴും നടക്കുന്ന മാവയാന്ന് പറയണം. ഓ അങ്ങനെ. അല്ല, ഗിരിദേവനൊരു എപ്പോൾ നോക്കിയാലും ക്ഷേത്രത്തിലുണ്ട്. കുട്ടികളാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ പെരുമാറ്റം, വലിയ ആൾക്കാരെ പോലെയാന്ന് പറയാം. ഇത് കേട്ടതും കുറുപ്പേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാട് ബാവേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.